വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗീ റൈസ് ആയാലും ചോറായാലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കിടിലം കോമ്പിനേഷൻ ആയ ഒരു ദാൽ തടുക്കി ഉണ്ടാക്കിയാലോ ഇന്ന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ദാൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കപ്പ് ദാലാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് കഴുകിയ ദാൽ ഒരു കുക്കറിലേക്ക് ഇട്ട് 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ഒഴിച്ച് ഒരു 4-5 വിസിൽ അടിച്ചെടുക്കാം. ഇനി ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ജീരകം ഇട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് ഉള്ളി ചെറുതായി സ്ലൈസ് ചെയ്തിട്ട് ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയിട്ട് ഒരു തക്കാളി ചെറുതായി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലപ്പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. നിങ്ങളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ വേവിച്ച് വെച്ചേക്കുന്ന ദാൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഉടച്ചിട്ട് വേണം ദാൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ദാൽ നന്നായിട്ട് മസാലയായിട്ട് കമ്പൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഇട്ട് കൊടുക്കുക. കുറച്ച് ചെറുതായി ചോപ്പ് ചെയ്ത മല്ലിച്ചപ്പും സൂര്യമെത്തി നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിക്കൊക്കെ ഇനി വേറൊരു കറി ഇല്ലെങ്കിൽ ഈ ഒരു ദാൽ കറി കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.